തീർച്ചയായും ആ ശബ്ദം നമ്മുടേത്, ഡാനിൻ്റേത് എന്നത് വളരെ കൃത്യമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു മറയുമില്ലാതെ അക്കാര്യം പറയുന്നു. അതിനുശേഷമാണ് അവന്തിക നമ്മളോട് വീണ്ടും സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് റേപ്പ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് മെസ്സേജ് അയച്ചത്, അതും ഓഡിയോ മെസ്സേജാണ് അയച്ചത്. അങ്ങനെയുള്ള വൈകൃതമാണ് അയാൾക്കുള്ളത് എന്നുകൂടി പറഞ്ഞത്. ആ വൈകൃതത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതിന് കൃത്യമായൊരു മറുപടി അവന്തികയ്ക്കുണ്ടായിരുന്നല്ലോ ഡാൻ. തീർച്ചയായിട്ടും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുദ്ദേശത്തോടെയാണ് ആ വാക്ക് അവന്തികയോട് പറഞ്ഞത് എന്നത് അവന്തിക തന്നെ അന്ന് വ്യക്തമാക്കിയതാണ്. ഞാനത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നില്ല. നമുക്ക് പെട്ടെന്നങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം, അതും ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിനോട് നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ഗൂഢാലോചനയായിരിക്കണം, അതല്ലെങ്കിൽ ഇത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ഗൂഢാലോചനയാണെന്ന് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ വാക്ക് തന്നെ ആവർത്തിക്കുന്നത്. പക്ഷേ ഞാൻ അവന്തികയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ അന്ന് ഫോണിൽ സംസാരിച്ചുള്ള ഒരു പരിചയം മാത്രമാണുള്ളത്. എന്തായാലും സ്വന്തം ദുരനുഭവം ആദ്യമായി എടുത്തു പറയേണ്ട കാര്യം, ഈ രാഹുലിനെതിരെ പരാതികളുണ്ടെന്നിങ്ങനെ വ്യാപകമായ സമൂഹ മാധ്യമങ്ങളെ പോസ്റ്റുകളല്ലാതെ പരസ്യമായി മുഖം കാണിച്ചുകൊണ്ട് ഒരു പരാതിയുമായി ആദ്യം രംഗത്തെത്തുന്നത് ഇതേ അവന്തികയാണ്. ആ അവന്തികയാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതിൽ കള്ളമുണ്ടെങ്കിൽ എന്ത് നിയമ നടപടിയും സ്വീകരിക്കാൻ. അതിനെന്തുകൊണ്ട് ഒരു മറുപടി പറയാതെ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നതിന് രാഹുൽ തന്നെ വൈകാതെ മറുപടി പറയേണ്ടി വരും. യെസ്, അതാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം രാഹുൽ ഇതുപോലെ ആർജവത്തോടുകൂടി മറുപടി നൽകുമോ എന്നതാണ് പ്രധാനം. തന്നെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ ഇത് ഗൂഢാലോചനയാണ് എന്ന് പറയുന്ന രാഹുൽ ഈ ഗൂഢാലോചനക്കാർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുമോ? ഇത്തരം കാര്യങ്ങളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. രാഹുൽ പ്രത്യേകിച്ച് ഈ പാർട്ടിയെയും തന്നെയും ഒക്കെ ഏറെ അപകീർത്തിപ്പെടുത്തുന്ന ഗൂഢാലോചനയാണല്ലോ നടന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴും നിയമപരമായ ഒരു നടപടിയിലേക്ക് മുതിരുന്നില്ല? തനിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയവർ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്, അവർ തെറ്റായ വെളിപ്പെടുത്തലുകളാണ് നടത്തുന്നത് എങ്കിൽ നിയമപരമായി തന്നെ പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമല്ലോ. പക്ഷെ രാഹുൽ ഇപ്പോൾ പ്രതിരോധം തീർക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂസ് 18 റിപ്പോർട്ടർ ഡാൻ കുര്യന്റെ ഓഡിയോ സംഭാഷണം അടക്കം നൽകിക്കൊണ്ട്, ഒപ്പം അടുത്ത FB പോസ്റ്റ് പുറത്തു വരുമ്പോൾ അതിലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അത് രാഹുൽ ഗാന്ധിക്ക് സ്നേഹ ഇഷ്ടചിഹ്നം നൽകിക്കൊണ്ടാണ് എഴുതുന്നത്. നിരവധി ആളുകൾ പരിഹസിച്ചു, കുറ്റപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതൊന്നും തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ അത് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞു വയ്ക്കുന്നത്. സംഘടിതമായി അയാളെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്യുന്നു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപക്ഷെ പാർട്ടിക്കകത്ത് നിന്ന് അടക്കം വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു. താൻ പുറത്തു പോകേണ്ടി വരുന്നു, MLA സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പോലും പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളും എന്ന പ്രതിരോധമാണ് തീർക്കുന്നത്.